ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരച്ചേമ്പ് തോരനാണ്. അതിന് വേണ്ടിയിട്ട് രണ്ട് ചീരച്ചേമ്പ് ഇല അടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ തണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് അരിയാൻ. ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടയിൽ ഈ തോലിങ്ങനെ ഇളകി വരും, അങ്ങനെ അത് ഇളക്കിയെടുക്കണം. മുരിങ്ങയ്ക്കാടെ തോൽ ഇളകി വരുന്നത് പോലെ കേട്ടോ, ഇളക്കിയെടുക്കണം. വേണ്ടി ഇങ്ങനെയുള്ള ഭാഗം കണ്ടിച്ചും കളയണം കേട്ടോ. അങ്ങനെ എടുത്ത് തണ്ടെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇലയുടെ തന്നെ ഈ നടുക്കത്തെ തണ്ടിൻ്റെ ഭാഗത്ത് മുറ്റിയിരിക്കുന്ന ഭാഗത്ത് ഇച്ചിരി കനമുള്ള ഭാഗത്ത് ഇച്ചിരി ഒന്ന് ചെത്തി കളഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് അരിയാൻ വേണ്ടിയിട്ട് എടുക്കാവേ. ഞാൻ അരിയാൻ വേണ്ടി കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ നമുക്ക് ബാക്കിയിരിക്കുന്ന ഇലയും ഇങ്ങനെ അരിഞ്ഞെടുക്കണേ. നമ്മൾ ഇലകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇല മുഴുവനായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് ഇതിൻ്റെ തണ്ട് എങ്ങനെ അരിയുന്നതെന്ന് കാണാം. അതും ഇതുപോലെ തന്നെ കൊത്തി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തണ്ടുകളും കൂടെ അരിഞ്ഞെടുക്കാം. രണ്ട് തണ്ടുകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. തോരന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളുത്തുള്ളി, കാന്താരി, അരമുറി തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും എല്ലാം എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തണ്ട് ആദ്യം ഇടുന്ന കേട്ടോ. അതൊന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുക്കുമ്പം കാണാം കേട്ടോ, ഇല അങ്ങ് വാടി ഇച്ചിരിയേ ഉള്ളായിരിക്കും. അങ്ങനെ നന്നായിട്ട് ഇല വാടി വരുന്നുണ്ട്. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കണം. ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റായി നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ വെച്ചിട്ട് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചീരച്ചെമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.